സച്ചിൻ കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്കറിയാം കൊച്ചിയിലെ പൊതുഗതാഗത സംവിധാനം എന്ന് പറയുന്നത് അത് രാജ്യാന്തര ശ്രദ്ധ നേടിയതാണ്. കാരണം കൊച്ചി മെട്രോയുണ്ട്, വാട്ടർ മെട്രോയുണ്ട്. ഇപ്പോൾ എല്ലാം കൂടി കണക്ട് ചെയ്ത് ഏറ്റവും മികച്ച പൊതുഗതാഗത മാതൃകകളിലൊന്നായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും കൊച്ചിയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ നിരവധി ദ്വീപുകളുണ്ട്. അവിടങ്ങളിൽ നിന്നുള്ളവർക്ക് നഗരത്തിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമാർഗ്ഗമായി ഇപ്പോൾ വാട്ടർ മെട്രോ മാറിയിരിക്കുന്നു. ഏതായാലും നമുക്ക് പുതിയ റൂട്ടുകൾ ഒക്കെ അറിയേണ്ടതുണ്ട്, പുതിയ ടെർമിനലുകൾ എവിടെയൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. സച്ചിൻ നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സച്ചിൻ, കൊച്ചി പുതിയൊരു നേട്ടത്തിലേക്ക് കടക്കുകയാണ്, അല്ലെങ്കിൽ കൊച്ചിയുടെ ഗതാഗത സംവിധാനത്തിൽ പുതിയ മാറ്റങ്ങൾ വരികയാണ്. കൊച്ചി വാട്ടർ മെട്രോ വന്നതോടുകൂടി ഇതതിൻ്റെ പുതിയ റൂട്ടുകൾ, ടെർമിനലുകളൊക്കെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ന് ഏതൊക്കെയാണ് പുതിയ ടെർമിനലുകൾ, ഒപ്പം തന്നെ ഏതൊക്കെ പുതിയ റൂട്ടുകളിലേക്കാണ് ഇനി കൊച്ചി വാട്ടർ മെട്രോ സർവീസ് നടത്തുക? മനു, സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാനകരമായ ഒരു പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് ഇന്ന് ഉദ്ഘാടനം നടക്കുന്നത്. അതായത് 4 ടെർമിനലുകളുടെ ഉദ്ഘാടനമാണ് ഇന്ന് കൊച്ചിയിൽ നടക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയനാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ രണ്ടാം ഘട്ടത്തിലുള്ള 4 ടെർമിനലുകളുടെ ഉദ്ഘാടനം നടത്തുന്നത്. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, P രാജീവ്, K രാജൻ തുടങ്ങിയ MLA മാർ, അതുപോലെ തന്നെ മേയർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. അതുപോലെ വൈകിട്ട് 5 മണിക്ക് ഏലൂർ വാട്ടർ മെട്രോ ടെർമിനലിൽ വെച്ചാണ് ഇന്ന് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗതാഗത കുരുക്കും അതുപോലെ തന്നെ മറ്റ് ഗതാഗത പ്രശ്നങ്ങളും നേരിടുന്ന വലിയ നഗരമാണ് കൊച്ചി. ദ്വീപ് നിവാസികളുടെ യാത്രാ ദുരിതത്തിന് ഒരു വലിയ രീതിയിലുള്ള പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് കൊച്ചി വാട്ടർ മെട്രോ എന്ന പദ്ധതി KMRLൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ കൊച്ചി വാട്ടർ മെട്രോയിൽ സഞ്ചരിച്ചവരുടെ എണ്ണം 17 ലക്ഷമാണ്. അതായത് ഒരു വർഷം പൂർത്തിയാകുമ്പോഴേക്കും അത് 20 ലക്ഷത്തിലേക്ക് കടക്കും. അതുപോലെ തന്നെ 2 പുതിയ റൂട്ടുകളിലാണ് ഈ 4 ടെർമിനലുകളുടെ ഉദ്ഘാടനം നടക്കുന്നത്. അതായത് കൊച്ചി വാട്ടർ മെട്രോയുടെ മുളവുകാട് നോർത്ത്, സൗത്ത് ചിറ്റൂർ, ഏലൂർ, ചേരാനെല്ലൂർ എന്നീ 4 ടെർമിനലുകളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഹൈക്കോർട്ട് ജംഗ്ഷൻ ടെർമിനലിൽ നിന്നും ബോൾഗാട്ടി മുളവുകാട് നോർത്ത് ടെർമിനൽ വഴി സൗത്ത് ചിറ്റൂർ ടെർമിനൽ വരെയാണ് ഒരു റൂട്ട്. അതുപോലെ തന്നെ സൗത്ത് ചിറ്റൂർ ടെർമിനലിൽ നിന്നും ഏലൂർ ടെർമിനൽ, ചേരാനെല്ലൂർ ടെർമിനൽ വരെയുള്ളതാണ് മറ്റൊരു റൂട്ട്. ഞായറാഴ്ച മുതലാണ് ഈ 2 റൂട്ടുകളിലേക്കും ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുക. അതുപോലെ തന്നെ നിലവിൽ 5 റൂട്ടുകളിലാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. ഇതും കൂടെ ഈ ടെർമിനലുകളുടെ ഉദ്ഘാടനം പൂർത്തിയാകുമ്പോഴേക്കും അത് 9 ടെർമിനലുകളിലേക്ക് വ്യാപിക്കുകയാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം 13 ബോട്ടുകളാണ് നിലവിൽ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ഉള്ളത്. അതുപോലെ തന്നെ കൊച്ചി 38 ടെർമിനലുകളുമായി ബന്ധിപ്പിച്ച് 78 വാട്ടർ മെട്രോ ബോട്ടുകൾ സർവീസ് നടത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കൊച്ചി വാട്ടർ മെട്രോ ആരംഭിച്ചത്. കൊച്ചി വാട്ടർ മെട്രോയുടെ പുതിയ റൂട്ടുകളിലേക്കുള്ള മിനിമം നിരക്ക് 20 രൂപയാണ്. അതുപോലെ തന്നെ മിനിമം നിരക്ക് 20 രൂപയും പിന്നെ കൂടുന്തോറും മാക്സിമം 40 രൂപയുമാണ് നിലവിലുള്ള ടിക്കറ്റ് നിരക്ക്. ഭിന്നശേഷി സൗഹൃദപരമായിട്ടുള്ള പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടും വാട്ടർ മെട്രോയിൽ സന്ദർശിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ശീതീകരിച്ച ബോട്ടുകളാണ് വാട്ടർ മെട്രോയ്ക്കായി ഉപയോഗിക്കുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാനകരമായ പദ്ധതിയുടെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാർ അടക്കം അടിച്ചെടുക്കാൻ വേണ്ടി നോക്കാറുണ്ട്. പക്ഷേ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പദ്ധതി കൊച്ചി വാട്ടർ മെട്രോ എന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ ആരംഭിച്ചത്. കൊച്ചിയിൽ നിലവിലുള്ള ബസ് ഗതാഗതത്തെ അപേക്ഷിച്ച് കൊച്ചി വാട്ടർ മെട്രോ വഴി കൊച്ചിയിലുള്ള ജീവനക്കാർക്ക് എളുപ്പത്തിൽ ജോലി സ്ഥലങ്ങളിൽ എത്താനുള്ള ഒരു സൗകര്യവും വാട്ടർ മെട്രോയുടെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ശരി, സച്ചിനാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും 4 പുതിയ ടെർമിനലുകൾ, ഒപ്പം തന്നെ 2 പുതിയ റൂട്ടുകൾ കൂടി കൊച്ചി മെട്രോയ്ക്ക് വരികയാണ്. ആകെ കൊച്ചി മെട്രോ മുഴുവൻ പൂർത്തിയാകുമ്പോൾ, വാട്ടർ മെട്രോ മുഴുവൻ പൂർത്തിയാകുമ്പോൾ 38 റൂട്ടുകളും 78 ബോട്ടുകളും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരിക്കലെങ്കിലും കൊച്ചിയിലെത്തി വാട്ടർ മെട്രോയിൽ ഒന്ന് കയറേണ്ടതാണ്. കാരണം അത്ര ഭംഗിയായിട്ടാണ് ആ സംവിധാനം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ആധുനിക സംവിധാനമുള്ള വാട്ടർ മെട്രോ ബോട്ടുകൾ, ഒപ്പം തന്നെ മനോഹരമായി അത് സംരക്ഷിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ശരിയായ രീതിയിലുള്ള, അല്ലെങ്കിൽ ഏറ്റവും
ഒരു വെൽ പ്ലാൻഡ് ആയിട്ടാണ് അവിടെ എല്ലാ സംവിധാനങ്ങളും ഏകോപിപ്പിച്ചിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ്. അതായത് ഇനി കൊച്ചിയിലെത്തുമ്പോൾ നമുക്ക് മെട്രോ റെയിലിൽ കയറാം, ഒപ്പം തന്നെ വാട്ടർ മെട്രോയിൽ കയറാം, കൂടുതൽ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം. ഇത് ഒരേപോലെ പൊതുഗതാഗത സംവിധാനത്തിനും ടൂറിസം മേഖലയ്ക്കും വലിയ കരുത്താകുന്നു എന്നതാണ് ഈ വാട്ടർ മെട്രോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന്. ഏതായാലും നമ്മുടെ സ്വന്തം സംരംഭമാണ്, മറ്റൊരാളും ഇതിൽ സഹായം നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത. കേരള സർക്കാരിൻ്റെ സ്വന്തം സംരംഭം, അത് ലോക ശ്രദ്ധയാകർഷിക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച്, കേരളത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഏതായാലും കൊച്ചി വാട്ടർ മെട്രോ പുതിയ തലങ്ങളിലേക്ക് കുതിക്കുമ്പോൾ അത് കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളിൽ ഒന്നായി മാറുകയാണ്. സച്ചിനാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്.